നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗത്തും ശക്തമായ മഴ പെയ്യുകയാണ്. മഴ കാലൻ മഴയാണ് എന്ന് പലരും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് മരണങ്ങളുടെ സംഖ്യ അതങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല ഭാഗങ്ങളിലുമാണ് അതിശക്തമായ മഴയുടെ തീവ്രത ഉണ്ടാകുന്നത്. കേരളത്തിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. 25ഓളം പേരാണ് മരണമടഞ്ഞത് ഈ ഒരു മഴയിൽ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പലയിടങ്ങളിലും നദികൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കൃഷി പൂർണ്ണമായി നശിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കനത്ത മഴയെ തുടർന്ന് പല നഗരങ്ങളും വെള്ളത്തിനടിയിലായി. നദികൾ കരകവിഞ്ഞൊഴുകി തുടങ്ങി. പല ഗ്രാമങ്ങളും വെള്ളപ്പൊക്കം ഉണ്ടാവുകയും നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അസം, ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത കാലവർഷക്കെടുതി പ്രളയവും അതീവ ഗുരുതരമായി തുടരുകയാണ്. അസമിലെ പ്രളയത്തിൽ മരണസംഖ്യ 97ആയി ഉയർന്നു. 15 ജില്ലകളിലായി 1.68 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോഴും ദുരിതത്തിലാണ്. ബ്രഹ്മപുത്ര നദിയും അതിന്റെ പോഷക നദികളും കരകവിഞ്ഞൊഴുകുന്നതിനെ തുടർന്ന് 10 ലക്ഷത്തിലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലും താൽക്കാലിക ഷെൽട്ടറുകളിലും അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഗോലാഘട്ട്, ശിവസാഗർ, ജോർഹട്ട് തുടങ്ങിയ 15ലധികം ജില്ലകളിലെ പ്രളയം രൂക്ഷമായി ബാധിച്ചു. 10,000കണക്കിന് ഹെക്ടർ കൃഷിഭൂമി വെള്ളത്തിനടിയിലാണ്. എന്നാൽ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം അപ്പർ അസമിലെ നിർണായക ഭാഗങ്ങളിലൂടെയുള്ള നേരിട്ടുള്ള റെയിൽ ബന്ധങ്ങൾ ഭാഗികമായി പുനരാരംഭിച്ചു. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ സംസ്ഥാന ഏജൻസികളും ദുരന്ത നിവാരണ സംഘങ്ങളും സജീവമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഉത്തരാഖണ്ഡിൽ മലയോര മേഖലകളിൽ നദികൾ അപകടരേഖകൾക്ക് മുകളിലാണ്. രുദ്രപ്രയാഗിൽ അളകനന്ദ, മന്ദാകിനി നദികൾ കരകവിഞ്ഞൊഴുകി. തുടർന്ന് തീരത്തുള്ള നിരവധി ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലായി. ചമോലി, രുദ്രപ്രയാഗ് ഭാഗങ്ങളിൽ ഉണ്ടായ മേഘസ്ഫോടനം സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാക്കി. കനത്ത മഴയെ തുടർന്ന് കേദാർനാഥ് നദിയിലേക്കുള്ള യാത്രകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഉത്തരാഖണ്ഡിലെ അപകട സാധ്യതയുള്ള ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും നദീതീരങ്ങളിൽ താമസിക്കുന്നവർ അടിയന്തരമായി മാറി താമസിക്കാനും അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് സിക്കിം, മേഘാലയ, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ടുള്ള ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായി. സിക്കിമിൽ പാലങ്ങൾ തകർന്നതിനെ തുടർന്ന് 1000-ലധികം വിനോദസഞ്ചാരികൾ ഒറ്റപ്പെട്ടു.